ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എവാങ്കേലിയോൻ സുവിശേഷ പുസ്തകം നമ്മൾ മതബഹ എന്തെന്ന് കണ്ടു കഴിഞ്ഞു, അൾത്താര എന്തെന്ന് കണ്ടു കഴിഞ്ഞു. ഈ മൂന്നാമത്തെ സംഗതിയാണ് എവാങ്കേലിയോൻ അഥവാ സുവിശേഷ പുസ്തകം. ബലിപീഠത്തിൻ്റെ വലത്ത് വശത്താണ് സുവിശേഷ പുസ്തകം വയ്ക്കുക. സുവിശേഷം ഒന്നേ ഉള്ളൂ. ആ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 4 പുസ്തകങ്ങളാണ് സുവിശേഷ പുസ്തകങ്ങൾ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു നാളാണ്. ദൈവം നമുക്ക് നൽകിയ നല്ല വാർത്ത സുവിശേഷം, അത് യേശുക്രിസ്തു നാളാണ്. ആ യേശുക്രിസ്തു എന്ന ഏക സുവിശേഷത്തെക്കുറിച്ച് 4 പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് 4 സുവിശേഷങ്ങൾ. ആ 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കാൻ ബലിപീഠത്തിൻ്റെ വലത്തുവശത്താണ് ഈ എവാങ്കേലിയോൻ എന്ന് പറയുന്ന സുവിശേഷ പുസ്തകം സ്ഥാപിക്കുക. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഈശോയെ സൂചിപ്പിക്കാൻ മർക്കോസിന്റെ സുവിശേഷം 16:19. അതുപോലെ നടപടി ഗ്രന്ഥത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിലും 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുവശത്ത് ഇരിക്കുന്ന പുത്രൻ തമ്പുരാൻ. അത് സൂചിപ്പിക്കാൻ ബലിപീഠം ഈ സിംഹാസനം, ദൈവത്തിന് സിംഹാസനമാണെങ്കിൽ ദൈവം ഇല്ലേ സിംഹാസനത്തിന് അവിടെ ഇരിക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിൻ്റെ വലത്തുവശത്തായിട്ട് പുത്രൻ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നു. അത് സൂചിപ്പിക്കാൻ എവാങ്കേലിയോൻ എന്ന് പറയുന്ന സുവിശേഷ പുസ്തകം വലത്തുവശത്താണ് വയ്ക്കുക. ഈ എവാങ്കേലിയോൻ എന്ന വാക്ക് ഇല്ലേ സുവിശേഷം എന്ന് നമ്മൾ പറയുന്നു, നല്ല വാർത്ത എന്നൊക്കെ നമ്മൾ പറയുന്നു, സദ്വാർത്ത എന്ന് പറയുന്നു. എങ്കിലും ആ വാക്കിനൊരു പ്രത്യേക അർത്ഥം, ഒരു സാങ്കേതികമായ അർത്ഥമുണ്ട് അതിന്. ഈ എല്ലാ നല്ല വാർത്തയും എവാങ്കേലിയൻ അല്ല. ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഐസ്ക്രീം ഉണ്ടാകും, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നി. അതൊരു സുവിശേഷമല്ല. ഏത് നല്ല വാർത്തയും സുവിശേഷമല്ല. രാജാവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയ്ക്ക് മാത്രമാണ് എവാങ്കേലിയം എന്ന് പറയുക. സാധാരണഗതിയിൽ അത് ഏതെങ്കിലും 2 വാർത്തകളിൽ ഒന്നാണ്. ഒന്നുകിൽ ഒരു രാജകുമാരൻ്റെ ജനനം, ദ ബർത്ത് ഓഫ് എ പ്രിൻസ്, ഒരു രാജകുമാരൻ്റെ ജനനം, അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്ത. ഈ 2 അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്രിസ്മസ് രാത്രിയിൽ മാലാഖമാർ ഈ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു സദ്വാർത്ത നിങ്ങൾ അറിയിക്കുന്നു, ഇതാ ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു, ഒരു പ്രഭു, ഒരു രാജകുമാരൻ, ഒരു ദൈവകുമാരൻ പിറന്നിരിക്കുന്നു. ആ വാർത്തയാണ് എവാങ്കേലിയോൻ. അതാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ. മത്തായിലും അങ്ങനെ തന്നെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനം അവതരിപ്പിച്ചിട്ടില്ല. നമ്മൾ യേശുവിനെ ആദ്യം കാണുമ്പോഴും മാമോദിസ സ്വീകരിക്കും വരികയാണ്. അപ്പോൾ ഏകദേശം ഒരു 30 വയസ്സുണ്ട്. അപ്പോൾ അവിടെ ജനന വാർത്തയല്ല, മറിച്ച് യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. അതായത് സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്തയാണ് എവാങ്കേലിയോൻ. ചുരുക്കത്തിൽ ഈ സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയം വരിച്ച് പുത്രൻ മരണം കൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്തി മരിച്ചൊരു താവളത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ കിടക്കാതെ, അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, സാത്താനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അവിടെ അവൻ സാത്താനെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ പിതാവിൻ്റെ വലത്തുവശത്തിരുന്നു. ഈ വാർത്തയാണ് പിശാചിനെ തോൽപ്പിച്ചു, യുദ്ധത്തിൽ വിജയം വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് എവാങ്കേലിയോൻ. അത് ചെയ്തത് യേശു എന്ന ആളാണ്. അത് അങ്ങനെ ചെയ്തതിൻ്റെ ആ വിജയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചുവടുവെപ്പാണ് പിതാവിൻ്റെ വലത്തുവശത്ത് സിംഹാസനത്തിൽ ഇരിക്കുക എന്നുള്ളത്. അതിനാൽ എവാങ്കേലിയോൻ എന്ന് പറയുന്ന ഈ നല്ല വാർത്ത, സുവിശേഷം, വിശേഷം, ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥത്തിന് നമ്മുടെ നാട്ടിൽ നല്ല ഒരു പൊരുളുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് വിശേഷമായോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും വിശേഷമായോ എന്നല്ല, ഗർഭിണിയായോ, ഇല്ലേ, വയറ്റിലുണ്ടോ, കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്നാണ് അർത്ഥം. അതായത് ഒരു കുഞ്ഞിൻ്റെ ജനനമാണ് വിശേഷം. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോട് മലയാളികൾ ചോദിക്കുകയാണ് വിശേഷമായോ എന്ന് ചോദിച്ചാൽ എന്ത് വിശേഷമാകാൻ എന്നല്ല, വിശേഷം എന്ന് പറഞ്ഞാൽ നീ ഗർഭിണിയാണോ എന്നാണ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ഒരു കുഞ്ഞിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട വിശേഷത്തെയാണ് വിശേഷം എന്ന് പറയുള്ളൂ. എല്ലാ വിശേഷമല്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മത്തായി, ലൂക്കാസ് സുവിശേഷങ്ങളിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജനനം, അതാണ് വിശേഷം അല്ലെങ്കിൽ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. രണ്ടും ഒരാൾ തന്നെ ചെയ്തത്. അതുകൊണ്ട് ഒരേ ആളിലേക്ക് തന്നെ അത് വിരൽ ചൂണ്ടുന്നു. ആ എവാങ്കേലിയോൻ ഇതാണ് നമുക്കുള്ള നല്ല വിശേഷം, സുവിശേഷം. ഈ വിശേഷമാണ് ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ പിതാവിൻ്റെ വലത്തുവശത്ത് സിംഹാസനത്തിൽ ഇരുന്ന്
നമ്മളോട് കൽപ്പിക്കുന്നതും നമ്മളോട് ചെയ്യുന്നതും ഈ വചന പ്രഘോഷണം എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷണമാണ്. യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. ആ വാർത്ത സ്വീകരിക്കാനും കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടാനും പ്രസംഗിക്കപ്പെടുക. ഇതാണ് എവാങ്കേലിയോൻ. എന്നിട്ട് ആ സുവിശേഷ പുസ്തകം പ്രദക്ഷിണമായി കൊണ്ടുവരികയാണ് ബേമയിലേക്ക്. ദൈവം തമ്പുരാൻ ഇല്ലേ മനുഷ്യനായി, പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ആ യാത്ര സൂചിപ്പിക്കുന്നു. മനുഷ്യാവതാരം എന്ന വാർത്ത സൂചിപ്പിക്കുന്നു. മാത്രമല്ല, അവൻ സുവിശേഷവുമായിട്ട് ഗലീലിൽ നിന്നും യെരൂശലത്തേക്ക് പോയി. യെരൂശലേമിൽ നിന്നും ലോകത്തിനറ്റം വരെ സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എമ്മാവുസിലേക്കുള്ള യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ട് അവൻ സുവിശേഷം വ്യാഖ്യാനിച്ചു. സഭയുടെ കൂടെ ഇപ്പോഴും അവൻ ഇല്ലേ ഇപ്പോഴും അദൃശ്യനായി സഞ്ചരിച്ച് സുവിശേഷം വ്യാഖ്യാനിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കാനാണ് ഈ സുവിശേഷ പുസ്തകം പ്രദക്ഷിണമായി ബേമയിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ച് കൊണ്ടുപോയി വലത്തുവശത്ത് സ്ഥാപിക്കുന്നതും. എത്രയോ ഗംഭീരമായ ഒരു ആചാരമാണ്. ആ ആചാരത്തിലൂടെ എത്രയോ വലിയ വചന പ്രഘോഷണമാണ്, ദൈവശാസ്ത്രമാണ്, സത്യമാണ് പ്രഘോഷിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞ് കുർബാനയിൽ പങ്കെടുക്കാൻ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലുള്ള പ്രബോധനം സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അത് ഉപകരിക്കുന്നെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കുവെച്ച് അത് പരമാവധി ആളുകൾ എത്തിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.